ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്വര, ഹരേ നാരായണ ഹരേ നാരായണ ഹരേ ഹരോ. ഭഗവാന്റെ ഇന്നത്തെ ശുഭജാലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് കാണാനായിട്ട് ഇന്നത്തെ കളഭാലങ്കാരത്തിൽ പൊന്നുണ്ണിക്കണ്ണനെ കാണണ്ടേ എല്ലാവർക്കും. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മൾ ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് കണ്ണനെ കാണാനായിട്ട് നമ്മൾ കാത്തു നിൽക്കാം അല്ലെ. ഉച്ചപൂജ നട അടച്ച് തുറന്നു നീതിയൊക്കെ കഴിഞ്ഞു കളഭാലങ്കാരത്തിൽ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മൾ ഇന്ന് ഗുരുഭവനപുരി എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ ഉച്ചപൂജ അലങ്കാരം പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ എന്നോടൊപ്പം തന്നെ എവിടെ ഇരുന്നായാലും ഏത് രാജ്യത്തിരുന്നായാലും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ആ തിരു സന്നിധിയിലേക്ക്, ഭഗവത് സന്നിധിയിലേക്ക്, ശ്രീലകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പൊന്നുണ്ണിക്കണ്ണന്റെ ഓരോ ദിവസത്തെ അലങ്കാര വർണ്ണനയിലും അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കണ്ണനെ കുറിച്ച് പറയാനായിട്ട് ഒരു ക്രൈസാണ്. കാരണം കണ്ണനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഓരോ ഭാഗ്യവും ഭഗവാന്റെ അനുഗ്രഹം തന്നെ ആയിട്ടാണ് ഞാനും കണക്കാക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ മനസ്സാണ് എത്തുന്നത്. നമ്മൾ എവിടെ ഇരുന്നായാലും നമ്മുടെ മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് എത്താണല്ലേ. അങ്ങനെ ആ ഗുരുഭവനപുരിയിലേക്ക് എത്തിച്ചേർന്ന് നമ്മളുടെ കൂടെ കൂടുന്ന ആ ഭഗവാന്റെ ആ എന്താ പറയാ നിറം മണമുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളിങ്ങനെ ഓടിയെത്തുന്നുണ്ട്. ഓടിയെത്തി അഞ്ചാടി മണികളൊക്കെ ഇങ്ങനെ വാരി ഇരുത്ത് അങ്ങനെ വാരി വെതറി കളിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് അവിടെ കാണാണ്ടല്ലേ. അങ്ങനെ എല്ലായിടത്തും എവിടെ നോക്കിയാലും കണ്ണനാണ് അവിടെ. കണ്ണന്റെ ഒരു ലോകമാണ്. എവിടെ നോക്കുമ്പോൾ, എവിടെ തിരിഞ്ഞ് നോക്കായാലും നമുക്ക് അവിടെ എല്ലാം കണ്ണനെ കാണാം. സാക്ഷാൽ ഭഗവാനെ കാണാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടോ. ഇനി പോകുമ്പോ അമ്പലത്തിലേക്ക്, ഗുരുവായൂർക്കൊക്കെ ഇനി പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഏതെങ്കിലും കുഞ്ഞിന്റെ ഭാവത്തിൽ ആ മഞ്ചാടി മണി വരുന്നതായിട്ടും അവിടെ കിടന്ന് ഓടി നടക്കുന്നതായിട്ടും അങ്ങനെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മളെ നോക്കി ചിരിക്കുന്ന ചില കുഞ്ഞുങ്ങളെ കാണാം അല്ലെ. നമ്മളെന്താ നമുക്കറിയേ പോലും ഇല്ല. പക്ഷെ കുട്ടികളൊക്കെ എന്താ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. വല്ലാത്തൊരു ഭാഗ്യാണ് അങ്ങനെ ഒരു ചിരി കിട്ടുക. നമ്മളിവിടുന്ന് സംസാരിക്കാൻ പറ്റുന്ന ചില കുട്ടികളുണ്ടാവും. ഇത്തിരി വലിയ കുട്ടികളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്ന കുട്ടികളൊക്കെ കാണാം അല്ലെ. എങ്ങനെയപ്പോ അവര് നമ്മുടെ അടുത്ത് സംസാരിക്കും? നമ്മൾ ആരാന്ന് വിചാരിച്ചിട്ട് ഒന്നല്ല അല്ലെ. ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാണ്. അവരുടെ ഉള്ളിലൊക്കെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും സശാൽ ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹമാണ് നമ്മുടെ ഈ ജീവൻ തന്നെ നിലനിർത്തുന്നത്. നമ്മളെ ഈ പ്രപഞ്ചത്തിലെ നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ച് നമ്മൾ ഓരോരുത്തരും ഇത്ര നാളിങ്ങനെ ഭൂമിയിലുള്ള ഭഗവാൻ തന്ന അനുഗ്രഹമാണ്. ഭഗവാന്റെ ചൈതന്യമാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നമ്മളെ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള പൊന്നുഗുരുവായൂരപ്പനെ കാണാനാണ് നമ്മളിന്ന് ശ്രീലകത്തെത്തുന്നത്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരുന്നിങ്ങനെ വിളങ്ങി നിൽക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട്, നമ്മളോട് സംസാരിച്ചുകൊണ്ട് ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒരു ജാടയും കയറുമൊന്നും ഉണ്ടാവില്ല അല്ലെ. കാരണം എല്ലാവരും ഒറ്റപോലെയാണ്. എല്ലാവരും ഒരേ മനസ്സാണ്. എല്ലാവരും ഒരേപോലെയാണ്. ആരെയാണോ കാണാൻ പോകുന്നത്, സാക്ഷാൽ ഭഗവാനെയാണ് ഞാൻ കാണാൻ പോകുന്നത്, ആ രീതിയിൽ എല്ലാവരുടെ മനസ്സും ഒരേപോലെയാവുന്നു. ഒരു സമുദ്രം പോലെ നമ്മളെല്ലാവരും ഒന്നായിത്തീരുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാം. എല്ലാം ഒന്നാണ് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇല്ലേ. അങ്ങനെ നമുക്ക് ഒരു എന്താ പറയാ എല്ലാവരുടെ അടുത്തും ഇപ്പോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാന്റെ ആ നാമം, നാരായണ നാമം നമുക്ക് എല്ലാവർക്കും അവിടെ ചെന്ന ഒരു എന്താ പറയാ ഭഗവാനെ കാണാനായിട്ട് എല്ലായിടത്തും ഉണ്ട് കണ്ണൻ. എല്ലായിടത്തും ഉണ്ട്. കാറ്റിലും ഉണ്ട്, ആ മണൽത്തരിയിലും ഉണ്ട്, നമ്മൾ ചവിട്ടി നടക്കുന്ന ആ നമ്മുടെ കാലടികളിലൊക്കെ ഭഗവാന്റെ ഒരു മണൽത്തരിയൊക്കെ നമ്മുടെ മേലിങ്ങനെ പറ്റിക്കൂടുന്നുണ്ട്. കണ്ണനാണത്. കണ്ണന്റെ സർവ പ്രപഞ്ചമാണത് നമ്മുടെ കൂടെ കൂടുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരും, നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന എല്ലാ മനുഷ്യരെയും ഭഗവത് ചൈതന്യമാണ് അവരോരോരുത്തരും. അപ്പോ എല്ലാവരെയും കാണുമ്പോൾ ഹരേ കൃഷ്ണ എന്നൊന്നും പറയുന്നതൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ. ഹരേ കൃഷ്ണ എന്ന് നമ്മള് ഗുരുഭവനപുരിയിൽ എത്തുകയാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എന്റെ ശബ്ദത്തോടൊപ്പം ഭഗവാന്റെ അടുത്ത് നിങ്ങൾ എത്തുകയാണല്ലേ. അപ്പോ എന്താണ് ഇന്ന് പൊന്നുണ്ണി ഇപ്പൊ കുറെ ദിവസമായിട്ട് വലിയ കുറുമ്പാണ്. കാരണം മാധവ മാസമാണ്. മാധവ മാസത്തിൽ കുറുമ്പിന് 5 കളിയാണ്.
ഒരു രക്ഷയില്ല അല്ലേ. കുറുമ്പനായിട്ടാ നിൽക്കുന്നത്. എന്താപ്പ ചെയ്യാ യശോദാമ്മ? യശോദാമ്മ ഓരോ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് അല്ലെ. നമ്മൾ നേരത്തെ കുറൂരമ്മേന്റെ കാര്യം പറഞ്ഞത്, നമ്മൾ കുറൂരമ്മയൊക്കെ വളരെ സ്നേഹം. ഉണ്ണിയുടെ കുറുമ്പാണ് ആർക്കാ ഇഷ്ടമില്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഉണ്ണിയുടെ. കൊച്ചു കുട്ടികളുടെ കുറുമ്പ് നമ്മുടെ വീട്ടിൽ കാണാനായിട്ട് നമുക്ക് എന്തൊരു വലിയ സന്തോഷമാണ് അല്ലേ അത് തരുന്നത്. ആ കുട്ടികളുടെ ചെറിയ ചെറിയ കുറുമ്പുകളൊക്കെ നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് നമുക്ക് തരുന്നത്. കുട്ടികൾ ഓരോ കുറുമ്പ് കാട്ടുന്നതൊക്കെ അങ്ങനെ വേണം കുട്ടികൾ. ഹരേ കൃഷ്ണ. അവരെയൊക്കെ നമ്മൾ ശരിക്കും കണ്ണനായിട്ടല്ലേ കാണുന്നത്. അപ്പൊ അങ്ങനെ നമുക്കിന്ന് എന്താ യശോദാമ്മ എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്? അതാ നമ്മുടെ കുട്ടിക്കുറുമ്പൻ അതാ ഇങ്ങനെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. കയ്യിൽ എന്താ ഉള്ളത്? ശ്രീലത്തേക്ക് ഒന്ന് നോക്കൂ എല്ലാവരും. എന്താ ഉള്ളത് കയ്യില്? കയ്യിലതാ വെണ്ണയും ഉണ്ട്, പൊന്നോടെ കൊള്ളൊക്കെ അരിയിലൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ. അങ്ങനെ മയിൽപ്പീലിയൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. കുറുമ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അറിയാലോ ആ ഒരു റീസൺ അറിയാലോ അല്ലെ. എന്താണ്? അങ്ങനെ അമ്മ യശോദാമ്മ അങ്ങനെ പാല് തിളച്ചു തൂകുന്നത് കണ്ടപ്പോ മെല്ലെ ഒന്ന് പോയി അതൊന്ന് അറിയാലോ, പാല് തിളച്ചു തൂകുമ്പോ ഒന്ന് ഇറക്കി വെക്കാലെ, ഒന്ന് സേഫ്റ്റി ആക്കാലെ കുഞ്ഞിന്റെ അടുത്തേക്കൊക്കെ പാല്. ഇത് കണ്ടപ്പോ നമ്മുടെ ഉണ്ണിക്കണ്ണന് വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഉണ്ണി എന്താ ചെയ്തത്? ഉണ്ണി അവിടെ ഉണ്ടായിരുന്ന എല്ലാ വെണ്ണ കുടങ്ങളൊക്കെ തല്ലിയടച്ചു. എന്ത് കുറുമ്പാലേ, എല്ലാ വെണ്ണയും തല്ലിയടച്ചു. യശോദാമ്മ വെറുതെ ഇരിക്കോ? ഇതെല്ലാം കണ്ട് ഞാൻ പോയി വരുമ്പോഴത്തേക്കും ഇവിടേക്ക് ഇതെല്ലാം കാണിച്ചു വെച്ചേക്കുന്നു. എല്ലാ വെണ്ണയും തട്ടിമുട്ടി ഒക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നു. ഓക്കെ, അതാണ് സിറ്റുവേഷൻ, അതാണ്. ഓക്കെ. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെയുള്ള പൊന്നുണ്ണിയെ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കണ്ണൻ എന്താ ചെയ്യുന്നതാ തൊട്ടടുത്ത് തന്നെ വലിയൊരു ഒരലാണല്ലേ. ഒരലുമ്പലൊക്കെ ഇങ്ങനെ കുഞ്ഞിനെ വലിച്ചു കെട്ടാമോ? അത് നീളം കുറഞ്ഞു പോയ ഒരു കയറാണ്. എത്ര ജോയിൻ ചെയ്ത് നോക്കിയിട്ട് നീളം കുറഞ്ഞു പോയ ഒരു കയറാണ്. അപ്പോ കയറിങ്ങനെ വലിച്ചാക്കുന്നുണ്ട്. കണ്ണന്റെ ഒരു പുഞ്ചിരി അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓ, അമ്മ എന്തോ ചെയ്യുന്നത്, എന്നെ ഇങ്ങനെ കെട്ടിവെക്കുകയാണല്ലോ എന്നൊക്കെ. പിന്നെ കണ്ണനങ്ങ് മനസ്സങ്ങ് അലിയുവാണ്. അമ്മ അത് ചെയ്തോട്ടെ, എന്തായാലും എന്റെ കുറുമിന് ഒരു ശിക്ഷയാണല്ലോ അത്. എന്തായാലും ആ ഒരലിന്മേൽ കെട്ടി വെച്ച് പൊന്നുണ്ണി കണ്ണൻ കയ്യിൽ കുറച്ച് വെണ്ണയും എടുത്ത് ആ പൊന്നോടൊക്കെ പിടിച്ച് അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ ചാർത്തിക്കൊണ്ട് ഗോപി ചന്ദനമുണ്ട മാലയൊക്കെ ചാർത്തിക്കൊണ്ട് പൊന്നുണ്ണി കണ്ണൻ ശ്രീലത്ത് നിൽക്കുന്ന അതിമനോഹരമായ ഭാവമാണ്. അങ്ങനെയുള്ള പൊന്നുണ്ണി കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലത്ത് കാണുന്നത്. അങ്ങനെ ഈ ഉരലുമ്പ നിർത്തിയ കുട്ടി എന്താ ചെയ്യുന്നത്? ഉരലുമ്പ നിർത്തിയ കുട്ടി അവിടെ നിൽക്കുവാണോ ചെയ്യുന്നത്? അതാ പോകുന്നവരെല്ലാം വലിച്ച്, ദാണ്ട പോകുന്നവരെല്ലാം വലിച്ചെന്ന് പറയുന്ന പോലെ കേട്ട. അങ്ങനെ ഈ ഉരലൊക്കെ എത്ര നിസ്സാരമാണല്ലേ പൊന്നുണ്ണിക്കണ്ണന്. കണ്ണൻ ആരാ? സാക്ഷാൽ നാരായണനാണ്, സാക്ഷാൽ ഭഗവാനാണ്. പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ച സൃഷ്ടാവാണ് സാക്ഷാൽ ഭഗവാൻ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പനാണ്, പൊന്നു നാരായണനാണ്. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ആ ഒരലുമ്മ കെട്ടി നിർത്തിയിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണന്റെ പുഞ്ചിരിക്കുന്ന മനോഹരമായ ഭാവത്തെയാണ് നമ്മളിന്ന് ഒരു പവനപുരിയിൽ ശ്രീലകത്ത് കണ്ണനെ കാണാൻ സാധിക്കുന്നത് അല്ലേ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്, വെണ്ണയൊക്കെ കുറെ തിന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ പുള്ളി എല്ലാം കഴിച്ചിട്ടുണ്ട്, വെണ്ണയൊക്കെ നന്നായി കഴിച്ചിട്ടുണ്ട്, വിശപ്പെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പൊ അമ്മ എത്ര നേരം ഇവിടെ കെട്ടിയിടും എന്നൊന്നും അറിയില്ല. അങ്ങനെ എല്ലാം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന, അതാണ് ഇവിടെ ഏറ്റവും വലിയ പോയിന്റായിട്ട് എനിക്ക് തോന്നാറുള്ളത്. പലതും ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എൻ്റെ എല്ലാ ഉച്ചപൂജ അലങ്കാരങ്ങളും ഞാൻ പറയാറുള്ളത്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോ ഇത്തരത്തിലുള്ള ഇത്രയും വലിയ ശക്തമായ ഒരു ഒരലിന്മേലൊക്കെ നമ്മളെങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരൽ നമ്മുടെ ജീവിതമാണ്. ആ ജീവിതം എന്ന ആ ഒരലിനെ ആ പാശം കൊണ്ട്, അതായത് കയറ് കൊണ്ട് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മൾ ഈ ബന്ധനത്തിൽ കിടന്ന് അങ്ങനെ നമ്മളിങ്ങനെ ഉഴറുകയാണ്. ഓക്കെ. അപ്പോ നമ്മുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, വ്യതകൾ, കഷ്ടപ്പാടുകൾ, ദുരന്തങ്ങളെല്ലാം നമ്മൾ ഈ സമയത്ത് അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ പലതരത്തിലുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ചില സിമ്പിൾസ് ആണ്. ദാറ്റ് മീൻസ് ഇത്തരത്തിലുള്ള ഭഗവാന്റെ ചില കുസൃതികളാണ്, ചില കളികളാണ്.
ഈ കളികൾ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ഭാവത്തെ കാണുമ്പോൾ നമ്മൾക്ക് കൂടി പോസിറ്റീവ് എനർജി ഭഗവാൻ തരികയാണ്. അതാ ഭഗവാൻ ഇങ്ങനെ ഒരലിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഈ കെട്ടിവെച്ച നമ്മുടെ ജീവിതത്തെ, ആ കയറ് കൊണ്ട് കെട്ടിവെച്ച നമ്മുടെ ജീവിതത്തെ, ആ ജീവിതത്തിലെ കാഴ്ചപ്പാടിന്, നമ്മുടെ ലക്ഷ്യത്തിലേക്കും നമ്മുടെ ജീവിത വിജയത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഈ കയറൊക്കെ ഒന്ന് പൊട്ടിച്ചെറിയണം അല്ലെ, അതിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തണം. ഭഗവത് സാന്നിധ്യത്തോടു കൂടി നമുക്ക് ജീവിതത്തെ ഇങ്ങനെ കാണാൻ സാധിക്കണം അല്ലെ. അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളെയും അതിജീവിച്ചുകൊണ്ട്, അതായത് മുന്നേറിക്കൊണ്ട്, അതിജീവിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ട് നമുക്ക് ജീവിതത്തിലെ വിജയങ്ങളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കട്ടെ. തളർന്നു പോവരുത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇങ്ങനെ തളർന്നു നിൽക്കുകയും അരുത്, തളർന്ന് പോവുകയും അരുത്. അങ്ങനെ നമ്മളെ ഈ പാശമാവുന്ന ജീവിതത്തിൻ്റെ ആ കയറിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഭഗവത് നാമത്തോടു കൂടി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ ജീവിതഗതിയിൽ നമ്മളെ സഹായിക്കട്ടെ. ഭഗവാന്റെ നാരായണ നാമം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ എന്നോടൊപ്പം ഭഗവാന്റെ ശ്രീലത്തേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം, ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്വര രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.